ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇപ്പോൾ ഷാനവാസിക്കയുടെ ഫാൻസ് മീറ്റാണ് ഡിസംബർ 21 സൺഡേയിൽ ലെക്സോ ഹോട്ടൽ പാലാരിവട്ടത്ത്. അപ്പം ഇത് ഓൾറെഡി നമ്മൾ പോസ്റ്റൊക്കെ എല്ലായിടത്തും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് കമൻറ്റ്സ്, അതായത് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സാണ്. ഇയാൾക്ക് ഇതെന്താണ് ഇയാളിപ്പോൾ ഇത് നടത്തുന്നത്? ഓൾറെഡി ഇപ്പം ബിഗ് ബോസിന് കഴിഞ്ഞു, ബിഗ് ബോസിന് ശേഷം ഇപ്പോൾ 2 മാസത്തോളം ആയി, ഇപ്പോഴാണോ നടത്തുന്നത്? ഇപ്പോൾ അയാൾ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. അത് ഫാൻസ് ഒന്നും ആൾക്കില്ല, എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നടത്തുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ. സ്വീകരണം 2 വാസ് നോട്ട്, ഒത്തിരി പേരുണ്ടായിരുന്നില്ല സ്വീകരണത്തിന് പോലും. അതും അവിടെയും കമ്പാരിസനായിട്ട് കുറച്ച് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് അനീഷിൻ്റെയും അനുമോളുടെയും സ്വീകരണം എത്രത്തോളം ജനങ്ങൾ ഒഴുകുമായിരുന്നു, പക്ഷേ ഷാനവാസിൻ്റെ സ്വീകരണത്തിൽ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഫാൻസ് മീറ്റ് ആണെങ്കിൽ കൂടിയും ഈവൻ ആദില നൂറയുടെ ഫാൻസ് മീറ്റ് പോലും കഴിഞ്ഞു, എന്നിട്ടും ഷാനവാസിൻ്റെ ഇപ്പോഴാണോ നടത്തുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഇവരോടൊക്കെ സംസാരിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ പറയുക, ആൾ ബിസി കഴിഞ്ഞതിന് ശേഷം, അതായത് ഹീസ് എ ഫാമിലി മാൻ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, പേഴ്സണൽ ലൈഫുണ്ട്, ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. 24 മണിക്കൂറും ഈ മൊബൈലിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് അയാളുടെ ലൈഫ് പുറത്തോട്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങൊരു ഫെയിം അയാൾക്ക് വേണ്ട. ആക്ച്വലി അങ്ങൊരു ഫെയിം കൊണ്ടുവന്ന് പബ്ലിക്കലി ഒരു വലിയൊരു എന്താ പറയുക ഫെയിം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഷാനവാസിക്ക് ഇല്ല. ഹി ഓൾറെഡി ഹാവ് ഫെയിം ഓൾറെഡി ഉള്ള വ്യക്തിയാണ്. ബാക്കിയുള്ള 2 വ്യക്തികളെക്കാട്ടിലും ഇവർ ഈ കമ്പയർ ചെയ്യുന്നത് ടോപ്പ് 1ഉം ടോപ്പ് 2ഉം കിട്ടിയ ആൾക്കാരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ 2 വ്യക്തികളെക്കാട്ടിലും നല്ല ഫെയിമുള്ള വ്യക്തിയാണ് ഈ ഷാനവാസിക്ക. പിന്നെ എന്തിൻ്റെ ബേസിസിലാണ് ആൾക്ക് ടോപ്പ് 3 കിട്ടിയെന്നുള്ളത് ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. നമുക്ക് ഓൾറെഡി അറിയാം എന്തിൻ്റെ ബേസിലാണ് ആൾക്ക് ടോപ്പ് 1ഉം ടോപ്പ് 2 ഒക്കെ കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പം വേറെ കമൻസ് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ അയാൾ പൈസ കൊടുത്തിട്ട് ബംഗാളികളെ ഇനി ഫാൻസ് മീറ്റിന് കയറ്റുമെന്നോ അങ്ങനെ എന്തൊക്കെയോ കമൻസ് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസ് കഴിഞ്ഞു 2 മാസത്തോളം ആയി, എന്നിട്ടും ഈ ഷാനവാസിക്കേനെ ഡീഗ്രേഡ് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നവർ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യം ഇത് കാണുമ്പോഴത്തേക്കും. ഫുൾ ഓഫ് ഡീഗ്രേഡിങ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഷാനവാസിക്കയുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അതായത് എന്തെങ്കിലും ഒരു ഫാൻസ് മീറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, പുള്ളിയുടെ വായിൽ ഇങ്ങനെ നോക്കിയിരിക്കും എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി, അതെടുത്ത് അലക്കാൻ വേണ്ടി. ഇത് ആരുടെ PR ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ, അത് ആരുടെ ആണെങ്കിലും നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ മനുഷ്യൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആളുടെ പാത്തിൽ കൂടെ പോവുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും ആക്റ്റീവ് ആവേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കണം എന്നില്ല. ആൻഡ് ഓൾസോ ഇങ്ങനെ ആക്റ്റീവ് ആവേണ്ട സമയത്ത് അദ്ദേഹത്തിനെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതൊക്കെ ഓരോരുത്തരുടെ മാനസിക പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഫാൻസ് മീറ്റ് നടത്തുമോ നടത്താതിരിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. എപ്പം നടത്തണം എപ്പം നടത്തണ്ട, അല്ലാതെ ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ ഒരു എന്താ പറയുക ചോയ്സ് വെച്ചിട്ടല്ല ഈ ഫാൻസ് മീറ്റ് നടത്തുന്നത്. ഓൾറെഡി ഫാൻസ് മീറ്റ് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ എല്ലാവർക്കും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും അതേപോലെ ടൈമും ഒക്കെയാണ് പിന്നീട് ഡിസംബർ 21 വന്നത്. അല്ലാതെ ഈ കമൻറ്റ് ഇടുന്നവർക്ക്, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ ചോയ്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കേപ്പബിലിറ്റി നോക്കിയിട്ടോ ഒന്നും അല്ല ഈ എന്താ പറയുക ഈ ഫാൻസ് മീറ്റ് വെക്കുന്നത്. അതായത് ലേറ്റായിപ്പോയി, ഇനിയിപ്പം ബാക്കിയുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് കയറ്റണം ഫാൻസാന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ തൊട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് ആൾക്ക്. ജെനുവിനായിട്ടുള്ള എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഒരു പൈസ കൊടുത്ത ആളെ കയറ്റേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ എന്ത് നടന്നാലും ആളെ കാണാൻ വേണ്ടി, അതായത് ഷാനവാസിക്കനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. അതായത് എപ്പോഴും എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വരാറുണ്ട്, എന്താണ് ലൈവെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വരാൻ പറ, അറ്റ്ലീസ്റ്റ് ഷാനവാസിക്കയുടെ വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യുക, ഷോർട്സ് ആക്കി ഇട് എന്നൊക്കെ എനിക്ക് ഒരുപാട് സജഷൻസ് വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്ന്. അല്ലാതെ PR അല്ലാതെ എത്രത്തോളം പ്യുവറായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ജനങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ പ്യുവർ ഫാൻസിന് ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ ഒരു വിഷമവും സങ്കടവും ഒക്കെ തോന്നും. ഇതുപോലെ ഡീഗ്രേഡിങ് നടത്തുമ്പോൾ ഷാനവാസിക്ക ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത് വേറെ കാര്യം കേട്ടോ. ഈ കമൻറ്റ് ഇടുന്നവരും ശ്രദ്ധിക്കുക, ഡിസ്ക്ലെയിമറാണ്, ഷാനവാസിക്ക ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല, ഒരു വിലയും തരത്തില്ല ഇങ്ങനത്തെ കമൻസിന്. പക്ഷേ നമുക്കിത് കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീഡിയോയുടെ അടിയിലും നമ്മുടെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിലും ഇങ്ങനത്തെ ഒരു കമൻറ്റ് കാണുമ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും. അപ്പം ഞാൻ അതിൽ എന്തെങ്കിലും റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ ആൾ എന്താ പറയുക ഡിലീറ്റാക്കി ചിലപ്പോൾ പോകാറുണ്ട്.
ചില കേസുകളിലൊക്കെ. അതുകൊണ്ട് എനിക്ക് ആരാണ് കമൻറ്റ് ഇടുന്ന ഒരാളുടെ ഒന്ന് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കുന്നത് വെക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഓൾറെഡി പിന്നെ വന്ന് നോക്കുമ്പോൾ ഞാൻ കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് പിന്നെ വന്ന് നോക്കുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ ഞാൻ കമൻറ്റ് ഇട്ടായിരുന്നല്ലോ, അതിൻ്റെ റിപ്ലൈ എന്തെങ്കിലും വന്നോ എന്ന് വെച്ച് നോക്കുമ്പോൾ ആ കമൻറ്റ് അവിടെ കാണത്തില്ല, എൻ്റെ കമൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ അതങ്ങ് ഡിലീറ്റ് ആക്കും. അതാണ് മെയിൻലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഷാനവാസിക്ക ഒരിക്കലും ഈ നെഗറ്റീവ് കമൻറ്റിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യത്തില്ലെന്ന് ഈ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഷാനവാസിക്കയുടെ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ഇടുന്നവർ പറഞ്ഞവർ പറയുന്നോട്ടെ, റിയാക്ഷൻസ് വീഡിയോ ഒക്കെ ചെയ്തു, അറ്റ്ലീസ്റ്റ് അവരെൻ്റെ പേരെടുത്തിട്ടല്ലേ ചെയ്യുന്നത്, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഫ്രീ പാസ് തന്നേക്കുവാണ് എല്ലാവർക്കും. നെഗറ്റീവ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഫ്രീ പാസ് തന്നേക്കുവാണ്. ഈ നെഗറ്റീവ് പറയുന്നവർ ഒരിക്കലും ഷാനവാസിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. സോ അവരെ നോക്കേണ്ട ആവശ്യം ഷാനവാസിക്കയില്ല. ഷാനവാസിക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരാണ്, അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ ഷാനവാസിക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുക്കത്തുള്ളൂ. അല്ലാതെ വേറെ ഒരാളോടും ഷാനവാസിക ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുക്കത്തില്ല. അതുകൊണ്ടാവണം ഇവർ ഈ കമൻറ്റൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് പോകുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ കമൻറ്റ് ഡിലീറ്റ് ആക്കുന്നത് ഭീരുക്കളല്ലേ. എന്തിനാണ് ഈ കമൻറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് പോകുന്നത്? അത്ര വലിയ വാശിയോടെ കമൻറ്റ് ഇട്ടിട്ട് എന്തിനാണ് വെറുതെ അവർ ഡിലീറ്റ് ആക്കി പോകുന്നത്? സോ ഇതൊക്കെ ഭീരുക്കളാണ്. എനിക്കറിയാം ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ഈ സെയിം കമൻറ്റ് തന്നെ വേറൊരു വീഡിയോസിൽ ഞാൻ കാണുന്നുണ്ട്, വേറെ ആളുടെ വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം, വേറൊരാളുടെ വീഡിയോയിൽ വേറൊരാൾ എന്ന് വെച്ചാൽ അതേ അക്കൗണ്ടിലല്ല വേറെ അക്കൗണ്ടിൽ നിന്നും സെയിം ഒരു എന്താ പറയുക മെസ്സേജസ് അല്ല കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കും ഇറ്റ്സ് എ കോപ്പി പേസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ചില കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരുടെ പിന്നെ യൂസർ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ആ ചാനലേ കാണത്തില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. സോ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാർ ഉണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ കമൻറ്റ്സ് ഡിലീറ്റ് ആക്കുമ്പോഴും ആ യൂസർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ചാനൽ തന്നെ ഡിലീറ്റ് ആക്കി പോകുന്നവരും ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നൊക്കെ എനിക്കപ്പം മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. ബിക്കോസ് എനിക്ക് മനസ്സിലായത് ബിഗ് ബോസിന് ശേഷം ഇത്രയും ഡീഗ്രേഡിംഗ് ഉള്ള വേറൊരു കോണ്ടസ്റ്റൻസ് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. എല്ലാവരും ഇത് മറന്ന് വരുവാണ്. ബിക്കോസ് ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി അടുത്ത ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ ഇത്രത്തോളം ഡീഗ്രേഡിങ് അനുഭവിക്കുന്ന വേറൊരു കോണ്ടസ്റ്റൻസ് ഇല്ല. അനുഭവിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്ന ഷാനവാസിനെ ബാധിക്കുന്നില്ല. ഞാൻ പറയുവാണ്, ഇത്രത്തോളം പേര്, അത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു പേര് ഇത്രത്തോളം ഡീഗ്രേഡ് ആവുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ മാത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മാക്സിമം ആൾക്കാർ ഷാനവാസിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഡിസംബർ 21 11:30 പാലാരിവട്ടത്ത് ചെല്ലുക. ഷാനവാസിക്കിനെ നേരിട്ട് കാണുക. ഒട്ടും ജാടയില്ലാത്ത ഒരു മുത്താണ് നമ്മുടെ ഷാനവാസിക്ക. അപ്പോൾ എല്ലാവരും മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ ജെം അൺഫിൽറ്റേർഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിവേ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.